ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ആർമർ ഷോപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അറിയാണ്ട് ഞാൻ അടിച്ചിട്ട് ഇതെങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞങ്ങ് പോയി. അപ്പോൾ ആർമർ സ്റ്റാൻഡും പൊട്ടിപ്പോയി. കാരണം ഞാൻ ഇത് പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫയർ ആസ്പെക്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ആർമർ സ്റ്റാൻഡ് കത്തിക്കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പുതിയൊരെണ്ണം വെച്ചപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ചവർ തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ മെല്ലെ മെല്ലെ പ്രോഗ്രസ് ഒക്കെ ആവുന്നുണ്ട്. എല്ലാ എപ്പിസോഡും ഞാൻ മുടക്കാതെ തന്നെ എടുത്തിടുന്നത് കൊണ്ട് കൂടി എല്ലാ ദിവസവും ഓരോരോ ബിൽഡ് കൊണ്ട് വെച്ച് വന്ന് ഇപ്പോൾ 1 2 3 ബിൽഡിങ്ങും ഇതൊരു ബിൽഡായിട്ട് കൂട്ടാം. ഇപ്പം 4 എണ്ണം. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ കുറേ ആലോചിച്ച് ഈ ഒരു എപ്പിസോഡിൽ എന്തിൻ്റെ ഷോപ്പ് ഉണ്ടാക്കുമെന്ന്. അപ്പോഴെൻ്റെ മനസ്സിലോട്ടൊരു ഐഡിയ തോന്നിയത് എന്തുകൊണ്ട് ഡൈ ഷോപ്പ് ഉണ്ടാക്കിക്കൂടാന്ന്. ഡൈ മീൻസ് DYE ആണ്, അല്ലെങ്കിൽ DIE അല്ല. അതായത് ഈ പൂവൊക്കെ വെച്ചിട്ട് അതിനെ ഡൈ കളറാക്കി ആക്കുന്നൊരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ ഇവിടുത്തെ ഓണറിൻ്റെ ഒരു ചെറിയ ഐഡിയാസ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് വെച്ച് മാത്രം മതി. അതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അതെന്ന് വെച്ചാൽ വലിയ ബിൽഡിംഗ് ഒന്നുമല്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലോട്ടായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഞാനിവിടെ ഇനിയും സ്റ്റോൺ വെച്ചിട്ട് ഫ്ലാറ്റ് ആക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റോൺ എല്ലാം പൊട്ടിച്ചൊല്ലണം. അത് നടക്കൂല. മിക്കവാറും ഈ ഒരു ഏരിയ തന്നെ മതി എന്നാണ് തോന്നുന്നത്. ഈ ഒരു സൈഡിലോട്ട് സ്റ്റോൺ വെക്കണം എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഉണ്ടാക്കാം, ഇങ്ങോട്ടായിട്ട്. എവിടെയായിരിക്കും രസം? ഇവിടെ ആയിരിക്കും രസം. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആക്കണം. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്ന റിസോഴ്സ് എല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ധാരാളം എന്ന് പറയുന്നില്ല, കുറച്ചും കൂടി വേണ്ടി വരും. കുഴപ്പമില്ല. പറഞ്ഞ പോലെ എൻ്റെ ഇതിനകത്ത് ഉണ്ടാവേണ്ടതാണല്ലോ കുറച്ചധികം. ഇതിനകത്ത് കുറച്ചധികം ഉണ്ട്. അത് അപ്പോൾ മരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഇങ്ങോട്ടായിട്ട് ഉണ്ടാക്കാൻ പോവാണിപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് പോരാ. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെയാണ്. ഉള്ളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാ പുറത്തുനിന്ന് തന്നെ ഡൈ കാണാം. പിന്നെ 2 ലാൻഡാണ് ഇവിടെ ഓണറിനിരിക്കാൻ. ഇവിടെ നിന്ന് വേണം സംസാരിക്കാൻ എടുക്കാനുള്ള ആൾക്കാർ. പിന്നെ ഇത് ഓണറിന് നമ്മൾ വേണ്ട ഏത് കളർ ആണോ ഏത് ഡൈ ആണോ വേണ്ട അതിനനുസരിച്ചുള്ള പൂ അങ്ങനെ പറയുക. നമ്മൾ ഓണർ എത്തിച്ച് ഇമ്പോർട്ട് ചെയ്ത് തരും. അയാളല്ല മെയിൻ ഓണർ. ഇയാളെവിടെ വർക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെയാണ് മെയിൻ ഓണർ ഉള്ളത്. കഴുത്തേക്ക് കുറച്ച് ഇങ്ങനത്തെ ഡൈ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഇങ്ങനെയാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ രസമുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ഐറ്റം ഫ്രെയിമിന് വേണ്ടിയിട്ട് 2 3 5 6 പശുക്കളെ തപ്പി നടക്കേണ്ടി വന്നു. ഷൂട്ടിംഗ് 3 ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു. ഒരു കൗവിന് ഞാൻ ഒറ്റ ഷോട്ടിൽ അടിച്ചപ്പോൾ എനിക്ക് 4 ലെതർ കിട്ടി. അങ്ങനെ 2 വട്ടം കിട്ടിയായിരുന്നു. എന്തായാലും ഇൻഡസ്ട്രിയൽ ഏരിയ ഇങ്ങനെ നന്നായിട്ട് പ്രോഗ്രസ് ആയി പോകുന്നുണ്ട്. മൊത്തം ഇപ്പം 3 ഷോപ്പും പിന്നെ ഒരു ഓണറിൻ്റെ ബിൽഡും പിന്നെ ഈ ഒരു സമരം ചെയ്ത് പിക്കാക്സിൻ്റെ സ്റ്റാച്ചു ആയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് അധികം വലിയ സമയമൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഉണ്ടാക്കാൻ. കാരണം ഇതൊക്കെ ചെറിയൊരു സാധനം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇവിടേക്ക് വന്നുണ്ടാക്കി. അടുത്ത് ഉണ്ടാക്കേണ്ടത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ഷോപ്പായിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ബാമ്പു ഒക്കെ ഇതാക്കിയിട്ട് ബാമ്പുവിനകത്ത് റാഫ്റ്റൊക്കെ ആക്കുന്ന ഒരു ഷോപ്പ്. അതുപോലെ അത് ബാമ്പു ബ്ലോക്സ് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ്. ഇനി എത്ര പ്രൊജക്ട്സ് ബാക്കിയുണ്ട് നോക്കട്ടെ. 16 പ്രൊജക്റ്റ് ഇനി ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ കൂട്ടുന്നില്ലെങ്കിൽ 15. അടുത്ത എപ്പിസോഡിൽ ആ ഒരു ബാമ്പുവിൻ്റെ ഷോപ്പ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും കണ്ടുപിടിച്ച് ഒന്ന് ക്ലിയർ ആക്കി വെക്കാൻ പോവാണ് ഞാനിപ്പോൾ തന്നെ. അത് എത്ര വലുതായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ അത് ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു മല മൊത്തം എടുത്ത് കളയാൻ പോകുന്നു. ഈ ഒരു മല എവിടം വരെ പറഞ്ഞുതരാം. ഇവിടം തൊട്ട് ഇങ്ങോട്ടൊന്ന് കയറി ഇവിടെ കയറി ഇവിടെ ഞാൻ ഇങ്ങനെ കുഴിച്ചിട്ട് ലേശം കൂടി താഴ്ത്തിട്ടു. ഇനി ഓക്കെ. ഇവിടെ വെത്ത് ഇത്ര ഹൈറ്റിൽ എവിടം വരെ കാണിച്ചു തരാം.
ഈ ഒരു അപ്പോൾ ഇവിടെ നിന്ന് വേണം പോവാൻ. ഇവിടം വരെ കുഴിച്ച് കളയും. നിങ്ങൾ പോയിട്ട് റീപ്ലേ മോഡ് കാണാൻ റെഡി ആയിരുന്നോ? ഇപ്പം പോവാവേ. എന്തായാലും നിങ്ങൾ പോയിട്ട് റീപ്ലേ മോഡ് കണ്ടിട്ടോ. ഞാൻ എന്താ മല മൊത്തം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെയർ കളഞ്ഞിട്ടില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ വിചാരിച്ച് ഇതിൻ്റെ മണ്ടയിലോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ഹൈറ്റിൻ്റെ ആ ഒരു ഇത് തോന്നിക്കുമല്ലോ. അല്ലെങ്കിൽ നിരന്ന പ്രദേശത്ത് തന്നെ എല്ലാ ബിൽഡിങ്ങും ഒന്നും ശരിയാവില്ല. ഈ ഒരു ബാംബു ഷോപ്പ് അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണ കേന്ദ്രം ഞാൻ അടിപൊളിയാക്കും. മൈൻഡ് ചെയ്ത് കളഞ്ഞ് എൻ്റെ പിക്കാക്സ് പൊട്ടാനായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ലാസ്റ്റ് ഞാൻ ഫോർച്യൂൺ 3 പിക്കാക്സ് വെച്ചിട്ടാണ് മൈൻഡ് ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ വിചാരിച്ചൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയം. ഇതെന്ത്ര ക്രീപ്പർ അരിനിരന്നിരിക്കുന്നത്, സോറി വരിനിരന്ന് നിൽക്കുന്നത്. നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. ആരും കളിയാക്കാൻ വിചാരിക്കണ്ട. അയ്യോ മനെ ഏത് MLG. ഇത് ഇവിടെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.